ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 37ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടുന്ന വീഡിയോസ് നേരത്തെ കാണുന്നതിന് വേണ്ടി 2 ആപ്ലിക്കേഷൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വെബ്സൈറ്റിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇതുകൂടാതെ എനിക്ക് വേറെ 2 ചാനൽ കൂടിയുണ്ട്. അതിലൊരു ചാനലിൽ മൂവീസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. 2 ചാനലിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ടാങ്ക്സൺ അവരിപ്പോൾ പർപ്പിൾ പേൾ ഐലൻഡിലാണ് എന്ന് മനസ്സിലാക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ പർപ്പിൾ പേൾ ഐലൻഡിനെ കുറിച്ച് ക്യാപ്റ്റൻ ഹേ പറഞ്ഞ വാക്കുകളാണ് ടാങ്ക്സന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. പർപ്പിൾ പേൾ ഐലൻഡിലുള്ളവർ കവർച്ചക്കാരാണ്. അവരുടെ നേതാവിന്റെ ലെവല് 73 ആണ്. അവരുടെ കീഴിലാണ് ക്യാപ്റ്റൻ ഹേ ഒക്കെ വരുന്നത്. ടാങ്ക്സൺ അതിനുശേഷം അവരുടെ നേതാവ് പർപ്പിൾ പേൾ തന്നെ അല്ലേ എന്ന് ചോദിച്ചു ഉറപ്പുവരുത്തുന്നു. കൂടാതെ അവർക്ക് എത്ര തുക വേണമെങ്കിലും കൊടുക്കാനും തയ്യാറാണ്. അവന്റെ കൂട്ടുകാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നു. ജീഷിയാങ് പറയുന്നത് അവരുടെ പ്രൈസ് ഒരുപാടാണ്. അത് മാത്രമല്ല ഇപ്പോൾ അവർ ഈ സ്ഥലത്ത് ഇല്ല എന്നും പറയുന്നു. അപ്പോഴേക്കും അർജന്റ് ആയിട്ട് ജീഷിയാങ്ങിനെ പുറത്തു നിന്ന് കുറെ ആളുകൾ വിളിക്കുന്നു. ടാങ്ക്സനോടാകട്ടെ പർപ്പിൾ പേൾ വന്ന ഉടനെ തന്നെ അവരെ പോയി കാണാം. ഇപ്പോ നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ, നന്നായിട്ട് ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറയുന്നു. രാവിലെ തയ്യാറാക്കി വെച്ച കഞ്ഞിയും കൊടുക്കുന്നുണ്ട്. ജീഷിയാങ് അതിനുശേഷം പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ടാങ്ക്സൺ അത് കഴിക്കുന്നു. അതിന്റെ രുചി ടാങ്ക്സന് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ സ്പിരിച്വൽ സീയിലുള്ള വൂ ടാങ്ക്സനോട് അസൂയ തോന്നുന്നു എന്ന് പറയുന്നു. അതിനുശേഷം സ്പിരിച്വൽ സീയിലുള്ള വൂ പറയുന്നത് കൂട്ടുകാരെ കണ്ടുപിടിക്കുന്നതിന് പർപ്പിൾ പേളിനെ തന്നെ കാണണോ എന്നാണ്. ടാങ്ക്സൺ അപ്പോൾ അതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുന്നു. കാരണം അത് വളരെ വലിയ സ്ഥലമാണ്. അവർക്ക് മാത്രമേ ആ സ്ഥലത്തെ കുറിച്ച് നന്നായിട്ട് അറിയാനാവുകയുള്ളൂ. വൂ അത് കേട്ട് കഴിയുമ്പോൾ ടാങ്ക്സനോടൊന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നു. അതുമാത്രമല്ല ജീഷിയാങ്ങിന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ നല്ലവനാണ് എന്നും പറയുന്നുണ്ട്. ടാങ്ക്സന്റെ ഡ്രസ്സ് കണ്ടു കഴിയുമ്പോൾ വൂവിന് ചിരി വരുന്നുണ്ട്. അതിനുശേഷം ടാങ്ക്സൺ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് പുറത്തുനിന്ന് ആരുടെയോ കരച്ചിൽ കേൾക്കുന്നത്. അത് വേറെ ആരുമായിരുന്നില്ല, ജീഷിയാങ്ങിന്റെ അടുത്ത് പരിക്കേറ്റ ഒരാളുമായിട്ടാണ് കുറച്ച് ആളുകൾ വന്നിരിക്കുന്നത്. അയാളുടെ മുറിവ് തുന്നിക്കെട്ടാൻ ഒരുങ്ങിയപ്പോൾ പേടിച്ചുണ്ടായ കരച്ചിലായിരുന്നു അത്. അവർക്ക് ആർക്കും അയാളെ അടക്കി നിർത്താനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജീഷിയാങ്ങിന് അയാളെ നല്ലവണ്ണം ചികിത്സിക്കാൻ സാധിക്കുന്നില്ല. മുറിവേറ്റയാളുടെ കൂട്ടുകാരനാകട്ടെ അതിന്റെ പേരിൽ ജീഷിയാങ്ങിനോട് ദേഷ്യപ്പെടുകയും അവനെ ആക്രമിക്കാൻ പോവുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും അവന്റെ നെറ്റിയിലേക്ക് എന്തോ വന്ന് കൊള്ളുന്നു. ടാങ്ക്സൺ എറിഞ്ഞ എന്തോ സാധനമായിരുന്നു അത്. ടാങ്ക്സൺ ഡ്രസ് ചേഞ്ച് ചെയ്ത് അവിടെ എത്തിയിരുന്നു. ടാങ്ക്സനെ കണ്ടു കഴിയുമ്പോൾ ജീഷിയാങ്ങിനോട് ആ വ്യക്തി ദേഷ്യത്തോട് ചോദിക്കുകയാണ്, എന്ത് ധൈര്യത്തിലാണ് പുറത്തു നിന്ന് ഒരാളെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ടാങ്ക്സൺ അത് കേട്ട് ദേഷ്യത്തോട് ജീഷിയാങ്ങിനോട് പറയുകയാണ്, നീ അവനെ ചികിത്സിക്കൊന്നും വേണ്ട, അവൻ മരിച്ചു പോട്ടെ. രക്ഷിക്കാൻ അപേക്ഷിക്കുന്നതിന് പകരം നിന്നെ അറ്റാക്ക് ചെയ്യാനല്ലേ ഇവര് ശ്രമിക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ ആ വ്യക്തി ടാങ്ക്സനെ ആക്രമിക്കുന്നതിന് വേണ്ടി പാഞ്ഞടുക്കുന്നു. എന്നാൽ ഉടനെ തന്നെ ടാങ്ക്സൺ അവന്റെ കർണത്തൊന്ന് പൊട്ടിക്കുന്നു. വീണ്ടും ചൊറിഞ്ഞു വരുമ്പോൾ മറ്റേ കർണത്തൊന്നും കൂടി കൊടുക്കുന്നു. അതിനുശേഷം നിന്റെ കൂട്ടുകാരനെ ചികിത്സിക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ എല്ലാവരും വേണം എന്ന് പറയുന്നു. ശേഷം ടാങ്ക്സൺ സോൾ പവറും നീഡിലും ഉപയോഗിച്ച് എന്തോ ചെയ്ത് കഴിയുമ്പോൾ ചോര വരുന്നത് നിൽക്കുന്നു. അതിനുശേഷം ഇനി മരുന്ന് വെച്ച് കെട്ടിയാൽ മാത്രം മതിയെന്ന് ടാങ്ക്സൺ പറയുന്നു. ജീഷിയാങ് ആണ് ആ കാര്യം ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ മരുന്നാണ് കഴിക്കേണ്ടതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നു. അവരപ്പോൾ ജീഷിയാങ്ങിനോട് നന്ദി പറയുകയാണ്. ടാങ്ക്സൺ അത് കണ്ട് സന്തോഷമാകുന്നുണ്ട്. എന്നാൽ ജീഷിയാങ് പറയുകയാണ്, എന്നോടല്ല നന്ദി പറയേണ്ടത്, ഇദ്ദേഹത്തോടാണ് നന്ദി പറയേണ്ടത്. ടാങ്ക്സനെ ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത്, ഇദ്ദേഹം രക്തം വരുന്നത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നാനെ. അവരപ്പോൾ ടാങ്ക്സനോട് നന്ദി പറയുന്നു. നേരത്തെ ദേഷ്യത്തോടെ പെരുമാറിയതിനൊക്കെ ക്ഷമാപണവും നടത്തുന്നു. കൂടാതെ അതിന് പ്രത്യുപകാരമായിട്ട് ഒരു ഡ്രിങ്കും അവർ ഓഫർ ചെയ്യുന്നു. അതിനുശേഷം കെയർഫുൾ ആയിട്ട് വളരെ സൂക്ഷിച്ചാണ് ആ വ്യക്തിയെ കൊണ്ട് അവരവിടെ നിന്ന് പോകുന്നത്. അവർ പോയി കഴിയുമ്പോൾ ജീഷിയാങ് പറയുകയാണ്, പൈറേറ്റ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷേ പാവങ്ങളാണ്. ടാങ്ക്സൺ അപ്പോൾ ജീഷിയാങ്ങിന്റെ മാർഷൽ സോളിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. നീഡിലായിരുന്നു അവന്റെ മാർഷൽ സോള്. അത് വളരെ നല്ലതാണെന്ന് ടാങ്ക്സൺ പറയുമ്പോൾ ജീഷിയാങ് പറയുകയാണ്, ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു, എന്റെ സോൾ പവർ 0 ടാങ്ക്സൺ അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഓർക്കുന്നത് അവന്റെ മാർഷൽ സോള് അവേക്കും ചെയ്ത കാര്യത്തെ കുറിച്ചൊക്കെ ആയിരുന്നു. അന്ന് അവന്റെ മാർഷൽ സോള് അവേക്കും ചെയ്ത വ്യക്തി പറഞ്ഞിരുന്നു അവന്റെ മാർഷൽ സോൾ യൂസ്ലെസ് ആണെന്ന്. ജീഷിയാങ്ങിനെ നോക്കുകയാണെങ്കിൽ അവൻ തുടർന്ന് പറയുകയാണ്, എനിക്ക് സോൾ പവർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് തന്നെ അവന്റെ ചോര വരുന്നത് നിർത്താമായിരുന്നു. എന്റേത് വെറും പാഴ് ജന്മമാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ കരയുന്നു. ടാങ്ക്സൺ അപ്പോൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ആര് പറഞ്ഞു അത് യൂസ്ലെസ് ആണെന്ന്? നിനക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാൻ ഒരു മാർഗമുണ്ട്. എന്നാൽ അവനെ ആശ്വസിപ്പിക്കാനാണ് ടാങ്ക്സൺ ഇതൊക്കെ പറയുന്നതെന്നാണ് ജീഷിയാങ് കരുതിയത്. കാരണം അവന് പ്രോഗ്രസ് ഉണ്ടാകണമെങ്കിൽ ഒരേ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഹെർബ് കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അവനെ പോലെയുള്ള സാധാരണക്കാരന് അത് ഒരിക്കലും കിട്ടില്ല.
ടാങ്സൻ അപ്പോൾ അവന്റെ കയ്യിലുള്ള ആ പ്രഷ്യസ് ആയിട്ടുള്ള ഹെർബ് കാണിച്ചു കൊടുക്കുന്നു. ജീഷിയാങ്ങിന് വേണ്ട അതേ ഹെർബ് തന്നെയായിരുന്നു അത്. ടാങ്സൻ അത് ഫ്രീ ആയിട്ട് കൊടുക്കാനും തയ്യാറാകുന്നു. എന്നാൽ ജീഷിയാങ് അത് ഫ്രീ ആയിട്ട് വാങ്ങാൻ തയ്യാറായിരുന്നില്ല, കാരണം അത് അത്രയ്ക്ക് അമൂല്യമായിരുന്നു. എന്നാൽ തന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പ്രത്യുപകാരമായിട്ട് കരുതിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ടാങ്സൻ അത് കൊടുക്കുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ അയാൾക്കുണ്ടായ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. അത് മാത്രമല്ല, കൾട്ടിവേഷൻ നടത്തണമെങ്കിൽ കുറച്ച് ടെക്നിക്കുകൾ കൂടി ആവശ്യമായിരുന്നു. പക്ഷേ ടാങ്സൻ അറിയാവുന്ന ആ ടെക്നിക്ക് പഠിപ്പിക്കണമെങ്കിൽ അവൻ ടാങ്സന്റെ ശിഷ്യനാകണം. കാരണം അത് ഒരു ക്ലാനിന്റെ രഹസ്യമായിട്ടുള്ള ടെക്നിക്കാണ്. ജീഷിയാങ് ആകട്ടെ സന്തോഷത്തോടെ അതിനും തയ്യാറായിരുന്നു. കാരണം ഇതിലും വലിയ ഭാഗ്യം അവന് ഉണ്ടാകില്ല. ഇത്രയും നാൾ അവൻ യൂസ്ലെസ് ആണ് എന്നാണ് അവൻ കരുതിയിരുന്നത്. അവൻ മാത്രമാണ് അവിടെ ഡോക്ടർ ആയിട്ടുള്ളത്. പക്ഷേ മികച്ച ഒരു ഡോക്ടർ ആകണമെങ്കിൽ അതിന്റെ കൂടെ നല്ല രീതിയിൽ സോൾ പവർ കൂടി യൂസ് ചെയ്യണം. ആളുകളെ സഹായിക്കാൻ സാധിക്കാത്തതിൽ അവന് നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം മാറാൻ പോവുകയാണ്. ടാങ്സൻ അവസാനം ഇങ്ങനെ പറയുന്നു: നീ ഡോക്ടറാകാൻ തന്നെ ജനിച്ചവനാണ്. നിന്നെ ഞാൻ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നു. പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് ടാങ്സൻ അവന് പഠിപ്പിച്ചു കൊടുക്കുന്നതും അവന് ഒരുപാട് പുരോഗതി ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നു. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ജീഷിയാങ് ടാങ്സന്റെ അടുത്ത് വന്നിട്ട് മാസ്റ്റർ പർപ്പിൾ പേൾ വന്നിട്ടുണ്ടെന്നുള്ള വിവരം പറയുന്നതാണ്. പക്ഷേ ടാങ്സന്റെ ഓഫർ അവരെ അംഗീകരിക്കില്ല. ഇത്രയും നാൾ അവിടെ ഒളിഞ്ഞു കഴിഞ്ഞത് കൊണ്ട് തന്നെ അതിന് പണിഷ്മെന്റും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നൊക്കെ ജീഷിയാങ് ആകുലപ്പെടുന്നു. അപ്പോഴാണ് ക്യാപ്റ്റൻ ഹേയിനെ കുറിച്ചും നടന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവനോട് പറയുന്നത്. ക്യാപ്റ്റൻ ഹേ പർപ്പിൾ പേളിന്റെ അണ്ടറിൽ വരുന്നതാണല്ലോ. എന്നാൽ അപ്പോഴാണ് ജീഷിയാങ് മറ്റൊരു കാര്യം പറയുന്നത്. ഈ മാസ്റ്റർ പർപ്പിൾ പേളിന് പോലും ക്യാപ്റ്റൻ ഹേയിനെ ഇഷ്ടമല്ലായിരുന്നു. ഒരുപാട് പ്രാവശ്യം അവന് വാണിംഗ് കൊടുത്തതുമായിരുന്നു. അവരുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അവനെ നീക്കാൻ തീരുമാനിച്ചതായിരുന്നു. അത് മാത്രമല്ല, ഈ പർപ്പിൾ പേൾ എന്ന ഓർഗനൈസേഷൻ ആരെയും കൊല്ലാറില്ല, പണക്കാരെ മാത്രമേ ടാർഗറ്റ് ചെയ്യാറുമുള്ളൂ. പണക്കാരിൽ നിന്ന് കവർച്ച ചെയ്ത് കിട്ടുന്ന പണമാകട്ടെ പാവപ്പെട്ടവർക്കും കൊടുക്കും. അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രമാണ് മാസ്റ്റർ പർപ്പിൾ പേൾ ചെയ്യുന്നത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവരൊരു നല്ല വ്യക്തിയാണെന്ന് ടാങ്സന് മനസ്സിലാകുന്നു. എങ്കിലും തന്റെ കൂട്ടുകാരെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം അവരുടേതാണെന്നും ടാങ്സൻ പറയുന്നു. അതിനുശേഷം പർപ്പിൾ പേളിന്റെ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് പുറത്ത് ബന്ധനസ്ഥതയിലായിരിക്കുന്ന തന്റെ കൂട്ടുകാരെ ടാങ്സൻ അവിടെ വെച്ച് കാണുന്നത്. അവർ ഇപ്പോഴും നല്ല ടയേർഡാണ്. ചുറ്റിനും തീയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ടാങ്സൻ ഉടനെ തന്നെ പാഞ്ഞു ചെന്ന് അവരെ റിലീസ് ചെയ്യുന്നു. അപ്പോഴേക്കും അകത്ത് നിന്ന് വൂവിന്റെ കരച്ചിൽ കേൾക്കുന്നു. പാഞ്ഞു ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ വൂവിന്റെ മുകളിൽ നിൽക്കുകയാണ്. ഉടനെ തന്നെ ഒന്നും നോക്കാതെ ടാങ്സൻ അവരെ ആക്രമിക്കുന്നു. അവരാകട്ടെ വൂവിനെ വിട്ടുകൊടുക്കാനും തയ്യാറായിരുന്നില്ല. അത്യാവശ്യം നല്ല ഒരു ഫൈറ്റിന് ശേഷമാണ് വൂവിനെ ടാങ്സൻ പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഒരുപാട് ദേഷ്യത്തോടെ അവരെ ബന്ധനസ്ഥിതിയിലാക്കി കൊല്ലുന്നതിന്റെ വക്കിൽ വരെയും എത്തിയതായിരുന്നു. എന്നാൽ അപ്പോഴേക്കും നീ അവരെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ടാങ്സന്റെ കൂട്ടുകാരും അങ്ങോട്ട് വരുന്നു. ടാങ്സൻ അപ്പോൾ ദേഷ്യത്തോടെ ഇവർ ദുഷ്ടയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വൂവിനെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ പർപ്പിൾ പേൾ മാസ്റ്റർ ചോദിക്കുകയാണ്: ഇവൾ നിന്റെ പെണ്ണാണോ? എന്തൊരു ആർത്തിയാണ് ഈ സാധനത്തിന്. അവൾ ഒരുപാട് നേരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടാകുമെന്ന് കരുതി കുറച്ച് ഭക്ഷണം കൊടുത്തു. എന്നാൽ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ട് ഈ സാധനം നിർത്തുന്നുണ്ടോ? പ്ലേറ്റ് വരെയും തിന്നു തീർക്കുമെന്ന് എനിക്ക് തോന്നി. അത് തടയാൻ വേണ്ടി ബലപ്രയോഗം നടത്തുന്നതിനിടയ്ക്കാണ് നീ കയറി വന്നത്. ചുറ്റുപാടും പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ശരിയാണെന്ന് ടാങ്സന് മനസ്സിലാകുന്നു. ടാങ്സൻ അപ്പോൾ ശരിക്കും നാണം കെടുന്നുണ്ട്. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ എന്റെ കൂട്ടുകാരെ എന്തിനാണ് അങ്ങനെയെങ്കിൽ പുറത്ത് കെട്ടിയിട്ടതെന്ന് ചോദിക്കുന്നു. അതിന് കൂട്ടുകാർ തന്നെയാണ് ഉത്തരം പറയുന്നത്. അവർ രക്ഷപ്പെട്ടു പൊക്കൊണ്ടിരുന്ന സമയത്ത് തളർന്ന് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അവിടെ വെച്ച് അവർക്ക് ഒരു ഹെക്ടോമില്ലേനിയം ഓഷ്യൻ സോൾ ബീസ്റ്റിനെ നേരിടേണ്ടി വന്നു. പ്രത്യേകതരം തണുപ്പുള്ള ഒരു വിഷം അത് പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. വൂവിന് മാത്രം അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കാരണം വൂ ഒരുപാട് ഹെർബ്സുകളൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. വൂ കഴിച്ച 2 പ്രത്യേക തരത്തിലുള്ള ഹെർബ്സിന്റെ കഴിവുകളായിരുന്നു അത്. അതുകൊണ്ടാണ് വൂവിനെ മാത്രം കെട്ടിയിടാതെ ഇരുന്നതും. ഞങ്ങൾ അങ്ങനെ വെള്ളത്തിൽ വീണു കിടക്കുന്ന സമയത്താണ് ഇവരുടെ ഷിപ്പ് ഞങ്ങളുടെ അടുത്തുകൂടെ പോയത്. ഞങ്ങളെ കണ്ട ഇവർ ഞങ്ങളെ രക്ഷിക്കുകയായിരുന്നു. ശേഷം ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച വിഷം പുറന്തള്ളുന്നതിന് വേണ്ടിയായിരുന്നു കെട്ടിയുമിട്ടത്. സൂര്യപ്രകാശം നല്ലവണ്ണം കൊണ്ടാൽ മാത്രമേ ആ പോയിസണിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ടാങ്സൻ ക്ഷമാപണം നടത്തുന്നു. എന്നാൽ അവരാകട്ടെ നല്ല ദേഷ്യത്തിലായിരുന്നു. അവരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിയിട്ടതാണ്. നിന്റെ ക്ഷമാപണം ഒന്നും ഞാൻ സ്വീകരിക്കില്ല. സ്വീകരിക്കണമെങ്കിൽ എന്റെ കൂടെ ഒന്നുകൂടി ഫൈറ്റ് ചെയ്യാൻ പറയുന്നു. ടാങ്സൻ അപ്പോൾ ആദ്യം തന്റെ കൂട്ടുകാരെ ഒന്ന് ഭേദമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 10 ഹെഡഡ് പൈത്തന്റെ ഇന്നർ കോർ ഉപയോഗിച്ച് അവരെ ഹീല് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പർപ്പിൾ പേൾ മാസ്റ്ററിന്റെ അടുത്ത് വന്ന് ക്ഷമാപണം നടത്തുന്നു. ക്യാപ്റ്റൻ ഹേ കാരണമാണ് അവർക്ക് ഈ അവസ്ഥ വന്നത്. അവൻ അവരെ മാജിക് വെയിൽ കിങ്ങിന്റെ അടുത്തേക്ക് നയിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരാരും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം പർപ്പിൾ പേൾ മാസ്റ്റർ പോലും അങ്ങോട്ട് പോകാൻ ഭയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോ ഉണ്ടായ കാര്യം മുഴുവനായിട്ട് ടാങ്സൻ പറയുന്നു. ക്യാപ്റ്റൻ ഹേ അവരെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാരണം തന്നെ മൽപ്പിടുത്തത്തിനിടയിൽ അയാളുടെ മകൻ മരിച്ചതുകൊണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരത് വിശ്വസിക്കാൻ തയ്യാറാകുന്നു. അത് മാത്രമല്ല,
മാത്രമല്ല ദുഷ്ടനായിട്ടുള്ള ക്യാപ്റ്റൻ ഹേയ്ക്ക് ആ വിധി തന്നെ കിട്ടിയതിൽ അവരെല്ലാവരും സന്തോഷിക്കുന്നു. ടാങ്സാൻ ആകട്ടെ അങ്ങനെയെങ്കിൽ നല്ല കാര്യമല്ലേ ഞങ്ങൾ ചെയ്തത്, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ഉപകാരം ചെയ്തതല്ലേ, ഇപ്പോൾ നമ്മൾ ഈക്വലായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ പർപ്പിൾ പേൾ മാസ്റ്റർ അവരെ പോകാൻ അനുവദിക്കുന്നില്ല. ജീഷിയാങ് അത് കേട്ട് കഴിയുമ്പോൾ ഇടക്ക് കയറി സംസാരിച്ച് നമുക്കിത് പറഞ്ഞു തീർക്കാമെന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ പർപ്പിൾ പേൾ മാസ്റ്റർ പറയുകയാണ്, പുറത്തുള്ളവർക്ക് അഭയം കൊടുത്തതിന് നിന്നെയാണ് ആദ്യം പണിഷ് ചെയ്യേണ്ടത്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തു, പക്ഷേ എന്റെ സ്ഥലത്ത് അതിക്രമിച്ച് കയറി എന്റെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചതിനോ, അതുകൊണ്ട് പർപ്പിൾ പേൾ മാസ്റ്ററിന്റെ കൂടെ ബെറ്റ് വെച്ച് ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നു. വൂവിനെ വെച്ചാണ് ബെറ്റ് വെക്കുന്നത്, തോറ്റു കഴിഞ്ഞാൽ വു എന്നേക്കും അവരുടെ അടിമയായിരിക്കുമെന്ന് പറഞ്ഞു. ടാങ്സൻ ആദ്യമൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാണ്, പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർ പിന്മാറാൻ തയ്യാറായില്ല. അവസാനം ടാങ്സാനും അതിന് സമ്മതിച്ചു. പക്ഷേ ബെറ്റ് വെക്കുന്നത് വൂവിന്റെ പേരിലായിരുന്നില്ല. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ടാങ്സാനെ എന്തു വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. വിജയിക്കുകയാണെങ്കിൽ അവരവിടെ നിന്ന് പോകാനും അനുവദിക്കണമെന്ന് പറഞ്ഞു. അവരതിന് സമ്മതിക്കുക മാത്രമല്ല, അവർ പരാജയപ്പെടുകയാണെങ്കിൽ ടാങ്സാൻ ആയിരിക്കും അവരുടെ ബോസ് എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്നാണ് കരുതിയത്. ഓസ്കാർ അതുകൊണ്ട് തന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിക്കാൻ പോയതാണ്. അവരുടെ ടൈം മെഷർ ചെയ്യുന്നത് ചന്ദനത്തിരിയൊക്കെ വെച്ചാണല്ലോ. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പർപ്പിൾ പേൾ മാസ്റ്റർ പറഞ്ഞു. കാരണം ഇപ്രാവശ്യം അവർ നടത്തുന്നത് ഡാർട്ട് ഗെയിം ആയിരുന്നു. സർക്കിള് പോലെയുള്ള സാധനത്തിലേക്ക് ആരോ എറിഞ്ഞു കളിക്കില്ലേ, അതിന് സമാനമായിട്ടുള്ള ഒരു ഗെയിം തന്നെ. ടാങ്സാനോട് ആ ഗെയിമിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ടാങ്സൻ അത് അറിയില്ല, എങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഓരോ റൗണ്ടിലും പരാജയപ്പെടുന്നവർക്ക് മദ്യപിക്കേണ്ടി വരും. മദ്യപിച്ച് ആദ്യം ആരുടെ ബോധം പോകുന്നുവോ അവരായിരിക്കും പരാജയപ്പെടുന്നത്. ഉന്നത്തിന്റെ കാര്യത്തിലൊന്നും ടാങ്സാനെ പരാജയപ്പെടുത്താനാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ റൗണ്ടിലും പർപ്പിൾ പേൾ മാസ്റ്റർ തന്നെയായിരുന്നു പരാജയപ്പെട്ടത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ മദ്യവും കുടിച്ചത് അവര് തന്നെയായിരുന്നു. അവസാനം വയറ് നിറഞ്ഞ അവർ പരാജയം സമ്മതിക്കുന്നു. എങ്കിലും ടാങ്സാന്റെ കഴിവ് കണ്ടു കഴിഞ്ഞപ്പോൾ അത് അവന്റെ ട്രിക്കാണ്, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. കൂടാതെ മറ്റൊരു മത്സരം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ മത്സരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പിൾ പേൾ മാസ്റ്ററിനെ ഓടിച്ചിട്ട് പിടിക്കണം. ആ മത്സരത്തിലും ഓടി ഓടി ടാങ്സാൻ ടെലിപ്പോർട്ട് ചെയ്ത് പർപ്പിൾ പേൾ മാസ്റ്ററിന്റെ മുന്നിലെത്തുന്നുണ്ട്. ടെലസ്കോപ്പിലൂടെ ഇതെല്ലാം വായിച്ചങ്ങ് നിരീക്ഷിക്കുന്നുണ്ട്. അതിനു മുമ്പേ അവിടെയുള്ള ആളുകളുമായിട്ട് അവർ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പരാജയപ്പെടുന്നവർ അവരുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം. നല്ല ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ ഓക്കെ എന്ന് പറയാമായിരുന്നു, പക്ഷേ ചീഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നു അവരുണ്ടാക്കിയത്. ടാങ്സാന്റെ കൂടെ ഉണ്ടായിരുന്നവർ ചീഞ്ഞ സ്ട്രോബെറി കൊണ്ടുള്ള സാധനങ്ങളായിരുന്നു ഉണ്ടാക്കിയത്. അവരാകട്ടെ ചീഞ്ഞ ചെമ്മീനും. ടാങ്സാൻ പരാജയപ്പെടുകയാണെങ്കിൽ ടാങ്സാന്റെ കൂടെയുള്ളവർക്ക് അത് കഴിക്കേണ്ടി വരും. പർപ്പിൾ പേൾ മാസ്റ്റർ പരാജയപ്പെടുകയാണെങ്കിൽ പർപ്പിൾ പേൾ മാസ്റ്ററിന്റെ കൂടെയുള്ളവർക്ക് ടാങ്സാന്റെ കൂട്ടുകാരുണ്ടാക്കിയ ചീഞ്ഞ സ്ട്രോബെറിയുടെ സാധനങ്ങൾ കഴിക്കേണ്ടി വരും. ടാങ്സാനെ നോക്കുകയാണെങ്കിൽ പർപ്പിൾ പേൾ മാസ്റ്റർ ഇതേ സമയം പറയുകയാണ്, നിനക്ക് എന്തൊക്കെ തന്നെ കഴിവുണ്ടെങ്കിലും ഇവിടെ അഡ്വാൻറ്റേജ് ഞങ്ങൾക്കാണ്. ബായിച്ചങ്ങാകട്ടെ ഇതേ സമയം ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അവര് രണ്ടുപേരെയും കാണുന്നില്ല. പെട്ടെന്ന് ടാങ്സാൻ അവിടെ എത്തുകയാണ്. പർപ്പിൾ പേൾ മാസ്റ്ററിന്റെ കൂടെയുള്ളവർ അപ്പോൾ കരുതുകയാണ് ടാങ്സാന് അവരെ പിടിക്കാൻ സാധിച്ചില്ല എന്ന്. എന്നാൽ അപ്പോഴാണ് ട്രയാങ്കിൾ ഷീൽഡിൽ നിന്നുള്ള പർപ്പിൾ പേൾ മാസ്റ്ററിന്റെ ശബ്ദം അവർ കേൾക്കുന്നത്. ടാങ്സാൻ അവരെ പിടിച്ച് അതിന്റെ ഉള്ളിലാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങൾക്ക് തന്ന വാക്ക് മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടാങ്സാൻ അവരെ അതിൽ നിന്ന് പുറത്ത് കടത്തുന്നത്. പുറത്ത് കടന്ന ഉടനെ തന്നെ മാഹോഞ്ചുണ്ടും മറ്റുള്ളവരും സ്ട്രോബെറി അവരുടെ നേരെ വെച്ച് നീട്ടുന്നു. കൂടാതെ അവിടെ നടന്ന ബെറ്റിനെ കുറിച്ചും പറയുന്നു. എങ്കിൽ ശരി എന്ന് പറഞ്ഞ് അവര് തന്നെയാണ് ആദ്യം അത് കഴിക്കുന്നത്. ശേഷം മറ്റുള്ളവരും അത് കഴിക്കുന്നു. എന്നാൽ അത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ശരിക്കും അത് ഇഷ്ടമാകുന്നു. അവരുടെ കുക്കിങ്ങിനെയൊക്കെ അഭിനന്ദിക്കുന്നു. എനിക്ക് തോന്നുന്നു അത് ചീഞ്ഞ സ്ട്രോബെറി ആയിരുന്നില്ല, മറിച്ച് അത്ര രസമില്ലാത്ത ഗന്ധമുള്ള സ്ട്രോബെറി മാത്രമായിരുന്നു എന്നാണ്. അതിന്റെ സ്മെല്ലായിരുന്നു അവരിൽ അറപ്പുളവാക്കിയിരുന്നത്. അതിനുശേഷം പർപ്പിൾ പേൾ മാസ്റ്റർ തന്നെ ടാങ്സാന്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന്, ഇനി നീയായിരിക്കും ഞങ്ങളുടെ മാസ്റ്റർ എന്ന് പറയുന്നു. അവരുടെ ഇടയിലുള്ള നിയമം അതായിരുന്നു. അവർ കൊടുത്ത വാക്ക് അവർ പാലിച്ചിരിക്കുന്നു. ശേഷം പർപ്പിൾ പേൾ മാസ്റ്ററിന്റെ ആളുകൾ പോലും അവനെ ലീഡർ എന്ന് വിളിക്കുന്നു. ടാങ്സൻ ആകട്ടെ അവരോട് എല്ലാവരോടും എഴുന്നേക്കാൻ പറഞ്ഞിട്ട് ഇന്നേക്ക് താമസിക്കാൻ ഒരു മുറി വേണമെന്ന് പറയുന്നു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് പർപ്പിൾ പേൾ മാസ്റ്റർ പറയുന്നു. അതിനുശേഷം അവർ ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. താമസിക്കാനുള്ള മുറി മാത്രമല്ല, ഭക്ഷണവും പർപ്പിൾ പേൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ജീഷിയാങ്ങും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എങ്ങനെയാണ് ജീഷിയാങ്ങിനെ ടാങ്സാൻ ശിഷ്യനാക്കിയത് എന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ടാങ്സാന്റെ ജീവൻ പോലും രക്ഷിച്ചത് ജീഷിയാങ് ആണെന്ന് പറയുമ്പോൾ ജീഷിയാങ് പറയുകയാണ്, മാസ്റ്റർ കാരണമാണ് എനിക്ക് എല്ലാം കിട്ടിയത്. എന്റെ ശരിക്കുമുള്ള സ്ഥലം ഹേഷ്യൻ ഐലൻഡ് ആണ്. എനിക്ക് സോൾ പവറും ഒരു കഴിവുമില്ലാത്തത് കൊണ്ട് എന്റെ പാരന്റ്സ് എന്നെ ഇങ്ങോട്ട് അയച്ചതായിരുന്നു. പർപ്പിൾ പേൾ മാസ്റ്ററിന്റെ ഔദാര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവൻ ഹേഷ്യൻ ഐലൻഡിൽ നിന്നുള്ളതാണെന്ന് കേട്ട് കഴിയുമ്പോൾ അവർ പറയുകയാണ്, നീ ഹേഷ്യൻ ഐലൻഡിൽ നിന്നുള്ളതാണോ, ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോഴേക്കും പർപ്പിൾ പേൾ മാസ്റ്റർ അവിടെ എത്തി, നിങ്ങൾ എന്തിനാണ് ഹേഷ്യൻ ഐലൻഡിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്നു. ട്രെയിൻ ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പർപ്പിൾ പേൾ
പേൾ മാസ്റ്ററും ജീഷിയാങ്ങും ഒക്കെ അത് വളരെ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നു. ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരെ തിരികെ വിടും, അല്ലെങ്കിൽ അവർക്ക് ഓഷ്യൻ ഗോഡിന്റെ ടെസ്റ്റുകളിലൂടെ കടന്നു പോകണം. അതിൽ വിജയിക്കുകയാണെങ്കിലോ അവർക്ക് ഇവിടെ തന്നെ തുടരേണ്ടിയും വരും. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ടാങ്സാൻ പറയുകയാണ്, പക്ഷെ ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല, മാർഷൽ സോൾഹാളിനെതിരാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ പർപ്പിൾ പേൾ മാസ്റ്റർ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും. എന്തോരം പ്രശ്നങ്ങളാണ് പബ്ലിക് ആയിട്ടും പ്രൈവറ്റ് ആയിട്ടും അവർ ചെയ്തു കൂട്ടുന്നതെന്ന് അറിയാമോ? ഞങ്ങളോടും അവരുടെ കൂടെ ചേരാൻ അവർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർഷൽ സോൾഹാളിന്റെ കരങ്ങൾ ഇവിടെയും വരെയും നീണ്ടിരിക്കുകയാണെന്ന് കണ്ടു കഴിയുമ്പോൾ ടാങ്സാനും മറ്റുള്ളവർക്കും ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. നേരത്തെ ഹുലിയനെ തന്നെ പ്ലാൻ ചെയ്തത് അതായിരുന്നു. അടുത്തതായിട്ട് അവർ കീഴടക്കാൻ പോകുന്നത് ഹാൻഹെയും പർപ്പിൾ പേൾ ഓർഗനൈസേഷനുമാണ്. അതിനുശേഷം അവർ സംസാരിക്കുന്നത് ഈ ഗോഡ് ഓഫ് ഓഷ്യൻ ഒക്കെ ശരിക്കും ഉണ്ടോ എന്നതിനെ കുറിച്ചാണ്. മുബായി ആണ് അത് പറയുന്നത്. ജീഷിയാങ് അപ്പോൾ പറയുകയാണ്, ശരിക്കും ഗോഡ് ഓഫ് ഓഷ്യൻ ഒക്കെ ഉണ്ട്. ഹേഷ്യൻ ഐലൻഡിലെ മിക്ക സോൾ മാസ്റ്റേഴ്സിനും അവരുടെ കണ്ണുകൾ കൊണ്ട് ഗോഡ് ഓഫ് ഓഷ്യനെ കാണാൻ സാധിക്കും. പക്ഷേ ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തൊന്നും ഗോഡ് ഓഫ് ഓഷ്യനെ കാണാൻ സാധിക്കില്ല. അത് നടത്തുന്നത് അവിടുത്തെ ഹെഡ് ഫ്ലാമൻ ആണ്. ഹെഡ് ഫ്ലാമൻ ആണ് ഗോഡ് ഓഫ് ഓഷ്യൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവർ ഗോഡ് ഓഫ് ഓഷ്യന്റെ സെർവന്റ് എന്നറിയപ്പെടുന്നു. ടാങ്സാൻ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ, അപ്പോൾ ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് ഒരു മനുഷ്യൻ തന്നെയാണല്ലേ? ജീഷിയാങ് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അതുകൂടാതെ അവിടെയുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും എന്നും മാഹുങ്ജും ചോദിക്കുന്നുണ്ട്. കാരണം ഹേഷ്യൻ ഐലൻഡിലാണല്ലോ അവൻ വളർന്നു വന്നത്. അതിനെക്കുറിച്ചും അവന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. കാരണം അതിലൂടെ കടന്നു പോയിട്ടുള്ള ഓരോ സോൾ മാസ്റ്റേഴ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള ടെസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം ഗോഡ് ഓഫ് ഓഷ്യനെ കുറിച്ച് ഒരു കാര്യം മാത്രമേ അവർക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുള്ളൂ. ഒരു ഗോഡ് ആകണമെങ്കിൽ സാധാരണ മനുഷ്യരുടെ ലിമിറ്റുകളെല്ലാം തകർക്കണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും അവരുടെ ലെവൽ 100 ആയിരിക്കണം. എന്തൊക്കെ വന്നാലും വളരെ വേഗത്തിൽ നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതിൽ തീർച്ചയായും നമ്മൾ വിജയിക്കും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പർപ്പിൾ പേൾ മാസ്റ്ററും പറയുന്നു. അതിനുശേഷം അടുത്ത ദിവസം അവർ ഹേഷ്യൻ ഐലൻഡിലേക്ക് ഷിപ്പിൽ പൊക്കോണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ജീഷിയാങ്ങും പർപ്പിൾ പേൾ മാസ്റ്ററും ഒക്കെ അവരുടെ കൂടെയുണ്ട്. അല്പം കഴിയുമ്പോൾ തന്നെ അവർ ഹേഷ്യൻ ഐലൻഡിന്റെ അടുത്ത് എത്തുകയാണ്. എന്നാൽ അവർക്ക് ഷിപ്പ് അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി അവിടെ ഡെവിൾ വൈറ്റ് ഷാർക്ക് ഉണ്ട്. അങ്ങോട്ട് വരുന്ന ഷിപ്പുകളെയെല്ലാം അത് തകർത്ത് കളയും. മാജിക് വെയിൽ കിങ് പോലും ഭയപ്പെടുത്തുന്ന ഷാർക്കാണ് ഡെവിൾ വൈറ്റ് ഷാർക്ക്. അപ്പോ അത് എത്രമാത്രം പവർഫുൾ ആയിരിക്കും. അവിടെ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച ഒരുപാട് സോൾ മാസ്റ്റേഴ്സിനെ അത് വകവരുത്തിയിട്ടുണ്ട്. അതിന്റെ സ്പീഡും ഡിഫൻസും ഒക്കെ അത്രമാത്രം സ്ട്രോങ് ആണ്. അപ്പോ ടാങ്സാൻ പറയുന്നത്, അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട, ഞങ്ങളെ ഇവിടെ ഇറക്കിക്കോളൂ, അവിടെ കയറാനുള്ള എന്തെങ്കിലും മാർഗം ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നാണ്. കൂടാതെ ഞങ്ങൾ എന്തായാലും ജീവനോടെ തിരിച്ചു വരുമെന്നും പറയുന്നു. പർപ്പിൾ പേൾ മാസ്റ്റർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഡെവിൾ വൈറ്റ് ഷാർക്കിനെ പോലത്തെ 100-ലധികം ഷാർക്കുകൾ അവിടെയുണ്ട്. അതിനുശേഷം അവർ വാങ്ങിയ സോൾ ടൂൾ ഉപയോഗിച്ചാണ് അവർ അവിടുന്ന് പോകുന്നത്. അതാകുമ്പോൾ വെള്ളത്തിന്റെ അടിയിൽ കൂടിയും പോകാമല്ലോ. ജീഷിയാങ് ടാങ്സാനോടൊക്കെ കെയർഫുൾ ആയിരിക്കാൻ പറയുന്നു. ടാങ്സാൻ ആകട്ടെ ജീഷിയാങ്ങിന്റെ ഉത്തരവാദിത്തം പർപ്പിൾ പേൾ മാസ്റ്ററിനെ ഏൽപ്പിക്കുന്നു. പർപ്പിൾ പേൾ മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടണ്ട, ഇവനെ എനിക്കും വലിയ കാര്യമാണ്. എന്നാൽ അവർ പോയി കഴിയുമ്പോൾ ജീഷിയാങ് ശരിക്കും കരഞ്ഞു പോകുന്നുണ്ട്. അവർ ജീവനോടെ തിരികെ വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് പർപ്പിൾ പേൾ മാസ്റ്റർ ആണ്. വെള്ളത്തിനടിയിലെ കാഴ്ചകൾ കണ്ടൊക്കെ പോകുന്ന സമയത്താണ് റെഡ് കളറിലെ ലൈറ്റോട് കൂടി അലാറം അടിക്കുന്നത്. അപായ സൂചനയൊക്കെ നൽകുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോൾ ടൂൾ തന്നെയാണിത്. വെറുതെ അല്ല ആ കടക്കാരൻ ഒരുപാട് വർഷക്കാലം അത് യൂസ് ചെയ്തത്. ബാക്കിലേക്ക് നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് പർപ്പിൾ പേൾ മാസ്റ്റർ പറഞ്ഞ ഡെവിൾ വൈറ്റ് ഷാർക്കുകളിൽ ഒരെണ്ണമായിരുന്നു അവരുടെ നേരെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞു വരുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ ടാങ്സാൻ ഉടനെ തന്നെ ആ സോൾ ടൂളിന്റെ വേഗത കൂട്ടുകയാണ്. എന്നാൽ ആ ഷാർക്കിന്റെ മുമ്പിൽ ഈ സോൾ ടൂളിന് പിടിച്ചു നിൽക്കാനായില്ല. അത് മാത്രമല്ല, ആ ഷാർക്ക് അവരുടെ നേരെ നല്ല രീതിയിൽ അറ്റാക്കും വിടുന്നു. അതിന്റെ അറ്റാക്ക് മൂലം ആ സോൾ ടൂൾ തെറിച്ചു പോയി വീഴുന്നുണ്ട്. എങ്കിലും എങ്ങും ഇടിക്കാത്തത് കൊണ്ട് ഡാമേജ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ആ ഷാർക്കിൽ നിന്ന് ഇനി അവർക്ക് രക്ഷപ്പെടാനാകില്ല. ആ ഷാർക്ക് അവരുടെ അടുത്ത് തന്നെയുണ്ട്. പെട്ടെന്നാണ് ട്രയാങ്കിൾ ഷീൽഡ് ഉപയോഗിക്കാൻ ടാങ്സാന് തോന്നുന്നത്. ഭാഗ്യവശാൽ അതിവിടെ സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിച്ചു. അവരുടെ സാന്നിധ്യം ആ ജീവികൾക്ക് മനസ്സിലായില്ല. അല്പം കഴിയുമ്പോൾ തന്നെ ട്രയാങ്കിൾ ഷീൽഡിന്റെ ഉള്ളിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ഷിപ്പും നിലത്തേക്ക് വീഴുന്നു. ആ ഡെവിൾ വൈറ്റ് ഷാർക്ക് ആണോ എന്നറിയില്ല. ഇതേ സമയം നമുക്ക് വീണ്ടും കാണാമെന്ന് പറയുന്നതായിട്ട് കേൾക്കാം. അത് അവർ കേട്ടുവോ എന്നറിയില്ല, കാരണം അതിനെക്കുറിച്ചല്ല അവർ സംസാരിക്കുന്നത്. അതിനുശേഷം ആ സോൾ ടൂളിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്ന്
അത് ചെറുതാക്കി സൂക്ഷിച്ചു വെക്കുന്നു. ഇപ്പോഴുള്ള സോൾ പവർ ഉപയോഗിച്ചുകൊണ്ട് ട്രയാങ്കിൾ ഷീൽഡ് മൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ടാങ്സാൻ പറയുന്നത്. പക്ഷേ സാധാരണ കരയിലൂടെ നടന്നു പോകുന്നത് പോലെ അവർക്ക് നടന്നു പോകാം. അവർ നടക്കുന്നതിനനുസരിച്ച് ട്രയാങ്കിൾ ഷീൽഡ് മൂവ് ചെയ്യും. പിന്നെ കൾട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിബി ഡോങ്ങിനും ഒരുപാട് പ്രോഗ്രസ്സും ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നു. അതിനുശേഷം ടാങ്സാനും മറ്റുള്ളവരും ഹേഷ്യൻ ഐലൻഡിൽ എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി അവർ കണ്ടുമുട്ടുന്നു. അയാൾ പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കടലിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഭേദിച്ച് ആളുകൾ ഇവിടെ എത്തുന്നതെന്നാണ്. ശേഷം എന്തിനാണ് അവരിവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. അവർ ഗോഡ് ഓഫ് ഓഷ്യന്റെ ട്രയലിന് വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടാസ്കുകൾ എളുപ്പമായിരിക്കാം, അല്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു ഹെക്ടോമില്ലേനിയ സോൾ ബീസ്റ്റിനെ ഒറ്റയ്ക്ക് നേരിടുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴേ തിരികെ പോകുന്നതാണ് നല്ലതെന്ന് പറയുന്നു. എന്നാൽ ഉറച്ച തീരുമാനത്തോടെയാണല്ലോ അവർ അങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ പിന്തിരിയാൻ അവർ തയ്യാറല്ലായിരുന്നു. അവർ ഉറച്ച തീരുമാനത്തിലാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഷീൽഡ് അവിടെ പ്രത്യക്ഷമാകുന്നു. അതെന്തിനാണെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ വെച്ച് അവരുടെ സ്പിരിച്വൽ പവർ ഉപയോഗിച്ച് ഒന്നിനെയും അന്വേഷിച്ച് കണ്ടുപിടിക്കരുത്. കാരണം അവിടെയുള്ള എല്ലാം തന്നെ ഓഷ്യൻ ഗോഡിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അവരതിന് സമ്മതം മൂടുന്നത് കാണിക്കുന്നതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിയുകയാണ്. അടുത്തതായിരിക്കും ഈ സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡ്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.